ഫ്രണ്ട്സ്, എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യത്തുള്ള, അതായത് കേരളത്തിൽ ഉൾപ്പെടെ വിവിധ എയർപോർട്ടുകളിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. അത്യാവശ്യം വേക്കൻസി ഉണ്ട്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് എയർ ട്രാഫിക് കൺട്രോളിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ജൂനിയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പോസ്റ്റാണ്. 1 ലക്ഷം വരെ നമുക്ക് സാലറി ഒക്കെ പ്രതീക്ഷിക്കാവുന്ന വേക്കൻസി പോസ്റ്റാണ്. ഒട്ടനവധി അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഓൾറെഡി നമ്മളിതിൻ്റെ നോട്ടിഫിക്കേഷൻ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഏകദേശം 3 ആഴ്ച മുൻപാണ് നമ്മൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വീഡിയോ ചെയ്തത്. നമ്മുടെ ചാനലിൽ നിങ്ങൾ കയറിയിട്ട് ഇവിടെ വീഡിയോസ് സെലക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഐ ബട്ടണിൽ ഞാൻ തരാം ഇതിൻ്റെ ഡയറക്റ്റ് ലിങ്ക്. ഓക്കെ, താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്താൽ നിങ്ങൾക്ക് തമ്പനയിൽ നോക്കിയാൽ മനസ്സിലാകും. ഇതാണ് വീഡിയോ. 3 ആഴ്ച മുൻപാണ് നമ്മൾ ചെയ്തത്. വിമാനത്താവളത്തിൽ തൊഴിൽ അവസരം എന്ന് പറഞ്ഞിട്ട്. ഇതിലേക്ക് നമുക്ക് എന്താണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ, അതുപോലെ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ചിട്ട് നമ്മൾ നോട്ടിഫിക്കേഷൻ, ഇതാണ് നോട്ടിഫിക്കേഷൻ ഇവിടെ നിന്ന് സ്ക്രീനിൽ കാണിക്കുക. ഇതാണ് നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഇതാണ് നോട്ടിഫിക്കേഷൻ. 3 ആഴ്ച മുൻപ് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 309 വേക്കൻസി ടോട്ടൽ ഉണ്ട് എന്നുള്ളതാണ്. അത്യാവശ്യം നല്ല വേക്കൻസി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് മാത്രമല്ല, ഇതിൽ നമ്മൾ ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളും എല്ലാം വിശദമായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ, നമ്മുടെ ചാനലിൽ നമ്മൾ 3 ആഴ്ച മുൻപ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 17 മിനിറ്റിന് ഡ്യൂറേഷൻ വരുന്ന വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം കാണണം. നിങ്ങൾ ആദ്യം കാണേണ്ട വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളിവിടെ സ്ക്രീനിൽ ഞാനിവിടെ കാണിക്കുന്ന ഈ വീഡിയോ ആണ്, വിമാനത്താവളത്തിൽ ജോലി ഒഴിവ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഐ ബട്ടണിൽ ഞാൻ കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എളുപ്പത്തിൽ ഞാൻ കാണിക്കുക, അങ്ങനെ നിങ്ങൾക്ക് കിട്ടും പെട്ടെന്ന് തന്നെ. ഇല്ല, നമ്മുടെ ചാനലിൽ കയറി നിങ്ങൾക്ക് വീഡിയോ സെലക്ട് ചെയ്താലും നിങ്ങൾക്ക് ഇത് കിട്ടും. ജസ്റ്റ് താഴോട്ട് സ്ക്രോൾ ചെയ്ത് 3 ആഴ്ച എന്നുള്ളത് നിങ്ങൾ നോക്കിയാൽ മതി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ് ഫോം ഫില്ല് ചെയ്യേണ്ടത്, ഇതിലേക്ക് സിലബസ് എന്തൊക്കെയാണ്, പഠിക്കേണ്ടത് എങ്ങനെയാണ്, നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് കാര്യങ്ങളും, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് വാങ്ങാൻ പറ്റുന്ന ബുക്കുകൾ ഏതാണ് ഇതിന് വേണ്ടിയിട്ട് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നല്ലൊരു അവസരമായിട്ട് നിങ്ങളിത് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മറ്റു കാര്യങ്ങളൊന്നും ഇതിൽ പറയാത്തത്. പിന്നെ ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ 25 മുതലാണ്. അതോടൊപ്പം തന്നെ ഓൺലൈൻ അപേക്ഷയുടെ ക്ലോസിംഗ് ഡേറ്റ് മെയ് 25 വരെയാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ലാസ്റ്റ് മെയ് 24 മെയ് 24 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൺലൈനായിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, കണ്ടന്റിലേക്ക് കിടക്കാം. അതിന് മുൻപ് നമ്മുടെ ചാനൽ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് ലഭിക്കുന്നതായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട. അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ഉണ്ടാവും. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് വരാം. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീട്ടിലിരുന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും. വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ലിങ്കും കാര്യങ്ങളും തരാം. വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഇതിൻ്റെ കണ്ടന്റിലേക്ക് വരാം. അപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ വീഡിയോയുടെ അടിയിൽ അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് ഉണ്ടാവും. നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ, നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവില്ല, ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ എന്നുള്ള ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു പേജിലേക്കാണ് AAI എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ATC എയർ ട്രാഫിക് കൺട്രോൾ എന്ന് പറഞ്ഞിട്ട് ജൂനിയർ എക്സിക്യൂട്ടീവ് ജോബ്സ് ഓപ്പൺ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പോസ്റ്റിലേക്കാണ് വരിക. ഇവിടെ നമ്മൾ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാം. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്താൽ നിങ്ങൾക്ക് ഏറ്റവും താഴെ ഇവിടെ കാണാം ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൽ ഞാനിപ്പോൾ കാണിച്ച നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം എന്നുള്ള ഭാഗമുണ്ട്. ഇതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യാനുള്ള ലിങ്കാണ്. അതോടൊപ്പം നിങ്ങൾക്ക് നമ്മൾ ഈ പറയുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ വീഡിയോ ആണിത്. ഇവിടെ ജസ്റ്റ് വാച്ച് ഓൺ യൂട്യൂബ് എന്നുള്ള ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. ഇതാണ് നോട്ടിഫിക്കേഷൻ വീഡിയോ. ഇവിടെ നിന്ന് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇത് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ജസ്റ്റ് ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതല്ലാതെ ഇവിടെ അതേ സെയിം വീഡിയോ കൊടുത്തിട്ടുണ്ട്, ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ റിലേറ്റഡ് ആയുള്ള എല്ലാ ഡൗട്ടും നിങ്ങൾ എന്ത് ചെയ്യാം, ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ എലിജിബിലിറ്റി കാര്യങ്ങളൊന്നും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നില്ല. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, സിലബസ്, നിങ്ങൾ മോക്ക് ടെസ്റ്റ് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. മറ്റു എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ കാണുക. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പലരും എന്താണത് സ്കിപ്പ് ചെയ്തെങ്കിൽ സീക്ക് ചെയ്തൊക്കെ കാണുമ്പോൾ മനസ്സിലാവില്ല എന്നുള്ളതുകൊണ്ടാണ്. ഇനി നിങ്ങൾക്ക് ഈ പറയുന്ന ആമസോണിൽ നിന്ന് വാങ്ങാം. ഒറ്റ ക്ലിക്കിൽ നിങ്ങൾക്ക് ആമസോണിലേക്ക് കണക്ട് ചെയ്യുന്ന ലിങ്കുകളാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത്തരം ബുക്കുകൾ, PYQs ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഞാനിതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇതൊരു ബുക്കുണ്ട്, 6 ബുക്സ് വരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഇനി അതോടൊപ്പം തന്നെ മോക്ക് ടെസ്റ്റും ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ കാണിക്കാം വീഡിയോയുടെ മറ്റൊരു ഭാഗത്ത് കേട്ടോ. നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇവിടെ ജസ്റ്റ് ഇവിടെ കാണിക്കാം. നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിലുണ്ട്, നമ്മുടെ അതുപോലെ പ്ലേ സ്റ്റോറിൽ GeoCL എജുലാൻഡ് ആപ്പ് ഉണ്ട്. അത് ഞാൻ എങ്ങനെയാണെന്നുള്ള ചെയ്തൊക്കെ കാണിച്ചിട്ടാണ് നിങ്ങൾക്ക് വീഡിയോയുടെ മറ്റൊരു ഭാഗത്ത് AATC എന്ന് പറഞ്ഞിട്ട്. ഇതിൽ നമ്മളിതിൻ്റെ PYQസിൻ്റെ മോക്ക് ടെസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ വെബ്സൈറ്റിൽ നിന്ന് കാണാം അവിടെ. ഓക്കെ, വെബ്സൈറ്റ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഫോണാണെങ്കിൽ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അതായത് ഡൗൺലോഡ് ആപ്പ് എന്നുള്ളത് ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഞാൻ ഓപ്പണായി കാണിക്കാം. ഇവിടെ നമ്മൾ പ്ലേ സ്റ്റോറിലേക്കാണ് പോവുക. പ്ലേ സ്റ്റോറിൽ നിന്ന് ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നിങ്ങൾക്ക് ഈ പറയുന്ന മോക്ക് ടെസ്റ്റ് അതിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ചെറിയ സർവീസ് ചാർജ് ഉണ്ടായിരിക്കും. ഇനി ഇവിടെ ഡൗൺലോഡ് ആപ്പിൻ്റെ നേരെ വെബ്സൈറ്റിൽ നിന്ന് കാണാം. ഈ വെബ്സൈറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം.
ഓക്കെ, അത് നിങ്ങൾക്ക് ആൻഡ്രോയിഡ് അല്ല, അതായത് നിങ്ങൾക്ക് എന്താണ് ആപ്പിൾ അല്ലെങ്കിൽ ഈ പറയുന്ന അങ്ങനെയുള്ള ഫോണുകളൊക്കെ ആണെങ്കിൽ, മറ്റേതെങ്കിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് വെബ്സൈറ്റ്. അല്ലാത്തവർക്കും വേണമെങ്കിൽ വെബ്സൈറ്റായിട്ട് ഉപയോഗിക്കാം. ഞാനിതിൽ ഓൾറെഡി ലോഗിൻ ആണ്. അപ്പോൾ ലോഗിൻ ആയാലും നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കാണിക്കും, നമ്മൾ പർച്ചേസ് ചെയ്ത കോഴ്സൊക്കെ ഇവിടെ കാണിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ കാണിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം കേട്ടോ. ലോഗിൻ ഇവിടെ ഉണ്ടാവും, അത് ക്രിയേറ്റ് ചെയ്യണം നിങ്ങൾ, എന്നാലേ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് മൈ കോഴ്സ് എന്നുള്ള ഭാഗമുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. മൈ കോഴ്സ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാം നിലവിലുള്ള അറ്റാച്ച് ചെയ്ത കോഴ്സുകളാണ്. ടെസ്റ്റ് വേറെ ഉണ്ട്, ടെസ്റ്റ് സീരീസ് വേറെ ഉണ്ട്. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാം. ഇവിടെ കാണാം AATC ജൂനിയർ എക്സിക്യൂട്ടീവ് PYQs ആണ്. അപ്പോൾ അതിൽ വ്യൂ ഡീറ്റെയിൽസ് എന്നുള്ള ക്ലിക്ക് ചെയ്യാം. വ്യൂ ഡീറ്റെയിൽസ് എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിലൂടെ എന്ത് ചെയ്യാം, ഇതിലൂടെ നിങ്ങൾക്ക് ഒരു എമൗണ്ട് കൊടുത്തത് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിലൊരു കോഴ്സ് നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. അത് എങ്ങനെയായിരിക്കും നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ, അപ്പോൾ ഞാനിത് ഓൾറെഡി ഇതിൽ വാങ്ങിയൊരു കോഴ്സാണ്. ഞാനിതിലൊരു ഡെമോ ഇതിൻ്റെ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിവിടെ പർച്ചേസസ്, ഞാൻ വാങ്ങിയ കോഴ്സ് ഇതിലുണ്ട്. നമ്മൾ പർച്ചേസസ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ വ്യൂ കോഴ്സ് ഇവിടെ കാണാം. നന്നായി പർച്ചേസസിൽ നിങ്ങൾക്ക് ഇവിടെ വ്യൂ എന്നുള്ള ഇതുണ്ട്, ആ വ്യൂ എന്നുള്ള ക്ലിക്ക് ചെയ്യാം. വ്യൂ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, ഇതിപ്പോൾ നമ്മൾ CASSFൻ്റെ ആണ്. ഞാൻ ജസ്റ്റ് മറ്റേത് എനിക്ക് കാണിക്കണേ വീണ്ടും അതിൽ ഞാൻ പേയ്മെൻറ്റ് ചെയ്യണം. അതുകൊണ്ട് ഓൾറെഡി ഞാൻ പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് വെച്ചത്. അപ്പോൾ CASSF എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്നുള്ളത് കാണാം. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഇവിടെ കാണാം CASSF കോൺസ്റ്റബിൾ. ഇത് ഓരോരോ ടെസ്റ്റുകളാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിൻ്റെ ടെസ്റ്റ് അത് ഞാൻ ഓൾറെഡി അറ്റൻഡ് ചെയ്തുകൊണ്ടാണ് ഇത് അറ്റംപ്റ്റ് എന്ന് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും അറ്റംപ്റ്റ് കൊടുക്കുന്നു. എനിക്ക് റിസൾട്ട് നോക്കണം, റിസൾട്ട് നോക്കാം. ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ടാവും, റീഡ് ചെയ്യുക, അഗ്രി ആൻഡ് കണ്ടിന്യൂ കൊടുക്കാം. ഇത് നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ നമ്മൾ കമ്പ്യൂട്ടർ ടെസ്റ്റ് പോലെ തന്നെയാണ് ഇതിൻ്റെ ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഏതാണ് ശരി വെച്ചാൽ അത് ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ അത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ഉണ്ട്, നെക്സ്റ്റ് കൊടുക്കുക. ഇനി നമ്മൾ കൊടുത്തത് നമുക്ക് എന്താണ് മാറ്റമെങ്കിൽ ക്ലിയർ റെസ്പോൺസ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്താ റിവ്യൂ ചെയ്യണമെങ്കിൽ റിവ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അതിൽ. അപ്പോൾ നമ്മൾ ഓരോന്നിങ്ങനെ കൊടുത്ത് നമുക്ക് ഇങ്ങനെ നെക്സ്റ്റ് പോകാം. ഇനി ഇവിടെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്താണ് സെലക്ട് ചെയ്യാം. ഓക്കെ, ഏത് ക്വസ്റ്റ്യനാണ് ഡയറക്റ്റ് വേണ്ടത് വെച്ചാൽ ആ നമ്പറിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ അങ്ങനെ മാറും. എന്നിട്ട് നമ്മളത് അവിടെ സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ സബ്മിറ്റ് എന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ പ്രൊസീഡ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ എത്രത്തോളം ശരിയാണ് എന്നുള്ള അതിൻ്റെ ഗ്രാഫും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ കുറേ ഉദ്യോഗാർത്ഥികൾ ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ റാങ്കൊക്കെ ഇവിടെ കാണിക്കും, അതുപോലെ സ്കോർ ഇവിടെ കാണിക്കും. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കും, നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണിക്കും. ഇനി മൊബൈൽ വ്യൂ ആണെങ്കിലും ഇതുപോലെ തന്നെ ഡീറ്റെയിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഇനി ഏതൊക്കെ ഏരിയാസ് ആണെന്നുള്ള ഇവിടെ കാണിക്കും. ഇതിപ്പോൾ GK മാത്രമേ ഇതിൽ കൊടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് അത് മാത്രം കാണിക്കുന്നു. ബാക്കി ഏതെങ്കിലും ഉണ്ട് അതൊക്കെ ഇവിടെ കാണിക്കും. അതിൻ്റെ സ്കോർ, കട്ട് ഓഫ് സ്കോർ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ വരും. ഇപ്പോൾ ഞാൻ മാത്രം ഇതിൽ ആഡ് ചെയ്തുകൊണ്ടാണ് ബാക്കി കാര്യങ്ങൾ അതിൽ കാണിക്കാത്തത്. ഇനി ഇവിടെ ഓൾ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും വരും. ഇനി കറക്റ്റ്, ഇൻകറക്റ്റ്, അൺഅറ്റംപ്റ്റഡ്, അതുപോലെ മാർക്ക്ഡ് ഫോർ റിവ്യൂ വീണ്ടും നമുക്ക് നോക്കാനുള്ള, അങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചാണ് അതിനൊക്കെ അനുസരിച്ച് അത് കാണിക്കും. നമ്മളുടെ ഓൾ എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ സൊല്യൂഷൻ, ഫുൾ സൊല്യൂഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ നമ്മൾ കൊടുത്ത ശരിയാണോ എന്നുള്ളത് അവിടെ വരും. അതോടൊപ്പം തെറ്റാണെങ്കിൽ അത് വേറെ കളറിലാണ് കാണിക്കുക, ശരിയോടെ കാണിക്കും. അതോടൊപ്പം തന്നെ ഫുൾ സൊല്യൂഷൻ ഇതിൽ നിങ്ങൾക്കിവിടെ കാണാം. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ഇവിടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ പഠിക്കാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആ ഒരു PYQs വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാം, ഇങ്ങനെ ബൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട്, ആൻഡ്രോയിഡ് ആണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് അതിലൂടെ ചെയ്യുന്നതാണ്. ആൻഡ്രോയിഡ് അല്ലാത്ത വേറെ ഏതെങ്കിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വെബ്സൈറ്റ് യൂസ് ചെയ്താൽ മതി. നിങ്ങൾ എന്താണ് ഇത് ബുക്ക് മാർക്ക് ആക്കി വെക്കുക, അല്ലെങ്കിൽ ലിങ്ക് ഇടാൻ കോപ്പി ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ലോഗിനായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമ്മൾ അടുത്തത് വരുന്നത് എങ്ങനെയാണെന്ന് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് വരാം. അപ്പോൾ അവിടെ ആപ്ലിക്കേഷൻ ഫോം എന്നുള്ള ഭാഗമുണ്ട്, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതൊക്കെ ഒന്ന് ഡിലീറ്റ് ആക്കട്ടെ. അങ്ങനെ ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത സമയത്ത് നമ്മൾ ഈ ഒരു പേജിലേക്കാണ് വരിക. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കുറച്ച് ഇൻസ്ട്രക്ഷനും കാര്യങ്ങളും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതിൻ്റെ കംപ്ലീറ്റ് മാനുവൽ കാര്യങ്ങളൊക്കെ അതിലുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. നമ്മൾ ഓൾറെഡി രജിസ്റ്റേർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ നമ്മൾ ആദ്യമായിട്ട് വരുന്ന ടു രജിസ്റ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്യാം. ടു രജിസ്റ്റർ എന്നുള്ള ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഫോം ഓപ്പൺ ആയി വരും, ലോഡായി വരും. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ആദ്യം പോസ്റ്റ് നെയിം, ഏത് പോസ്റ്റിലേക്കാണ്, ജൂനിയർ എക്സിക്യൂട്ടീവ് എയർ ട്രാഫിക് കൺട്രോൾ, അതാണ് സെലക്ട് ചെയ്യേണ്ടത്. പോസ്റ്റ് കോഡ് ഇവിടെ വരും. ഇനി നിങ്ങളുടെ പേര്, ഇത് നിങ്ങളുടെ SSLC ബുക്കിൽ എങ്ങനെയാണോ നിങ്ങളുടെ പേര് അതേപോലെ നിങ്ങൾ അടിച്ചു കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കാം. ദെൻ വീണ്ടും കൺഫേം ചെയ്യാം മൊബൈൽ നമ്പർ. വീണ്ടും വേറെ മൊബൈൽ നമ്പർ, സെക്കൻഡറി മൊബൈൽ നമ്പർ ഉണ്ട്, അത് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല. പിന്നെ ഇമെയിൽ ഐ ഡി കൺഫേം ചെയ്യാം. പിന്നെ എന്നിട്ട് ജനറേറ്റ് OTP എന്ന് കൊടുക്കുക. അപ്പോൾ ഞാൻ അത് കൊടുത്തിട്ട് ഞാൻ കാണിക്കാം. ഞാൻ ഡീറ്റെയിൽസ് കൊടുത്ത് ഇവിടെ ജനറേറ്റ് OTP എന്ന് കൊടുക്കുന്നു. അങ്ങനെ OTP എന്ന് കൊടുക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഈ ക്യാപ്ച കോഡ് അടിച്ചു കൊടുക്കണം കേട്ടോ. നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. സബ്മിറ്റ് എന്ന് കൊടുക്കാം. അങ്ങനെ സബ്മിറ്റ് എന്ന് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മൊബൈലിലേക്കും മെയിലിലേക്കും OTP വന്നിട്ടുണ്ടാകും. അത് ചെക്ക് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ കൊടുക്കാം.
അങ്ങനെ നമ്മുടെ മൊബൈലിലേക്ക് വന്ന OTP മുകളിൽ കൊടുക്കുക. ഇമെയിൽ ID വന്ന OTP ഇവിടെ താഴെയുള്ളതിലും കൊടുക്കുക. ഓക്കെ, ഇത് നമ്മൾ വാലിഡേറ്റ് എന്ന് കൊടുക്കാം. OTP കൊടുത്തു, വാലിഡേറ്റ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ അത് സക്സസ്ഫുള്ളി എന്ന് പറയും. ഇനി മെയിൽ IDൻ്റെ OTP വേണ്ട കൊടുക്കാൻ. മെയിലിലേക്ക് വന്ന OTP അടിച്ചിട്ട് വാലിഡേറ്റ് എന്ന് കൊടുത്തു. അവൻ സക്സസ്ഫുള്ളി സബ്മിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ കൊടുക്കുക. ഇനി ഇവിടെ ഒരു ഡിക്ലറേഷൻ കാണാം, അത് വായിക്കാം. അതിനുശേഷം നമ്മൾ ക്യാപ്ച കോഡ് കൊടുക്കാം, നമ്പർ അടിക്കാം. ഈ ക്യാപ്ച കോഡ് അടിച്ചിട്ട് റീവെരിഫൈ, നിങ്ങൾക്ക് ഏറ്റവും അടി കാണാം റീവെരിഫൈ എന്നുള്ളത് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഡീറ്റെയിൽസ് ഒന്നും കൂടെ നമ്മൾ വെരിഫൈ ചെയ്യണം. അതായത് പോസ്റ്റ് നെയിം ഓക്കെ ആണോ നോക്കുക. നമ്മുടെ പേര്, മൊബൈൽ നമ്പർ, മെയിൽ ID എല്ലാം ഓക്കെ ആണോ നോക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ടിക്ക് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എഡിറ്റ് ചെയ്യാം. ഇനി നിങ്ങൾ ഇവിടെ സബ്മിറ്റ് കൊടുത്താൽ പിന്നെ ഈ ഡീറ്റെയിൽസ് ഒന്നും എഡിറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതെല്ലാം നിങ്ങൾ കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റാണോ നോക്കണം. ഇല്ലേ നിങ്ങളത് പ്രോപ്പറായിട്ട് എഡിറ്റ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നിങ്ങൾ സബ്മിറ്റ് കൊടുക്കാം. അപ്പോൾ ഇവിടെ അത് എങ്ങനെയാണോ നമ്മൾ കൊടുത്തതിനനുസരിച്ച് ഇവിടെ കാണിക്കും. ഇതൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നാൽ ഈവൻ നമ്മുടെ കാൻഡിഡേറ്റ്സ് റിജക്റ്റ് ആകാനുള്ള പോസിബിലിറ്റി വളരെ ഏറെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക ഓക്കെ ആണെങ്കിൽ. അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് അൺടിക്ക് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റാക്കിയതിന് ശേഷം വീണ്ടും ഇതുപോലെ ചെയ്യുക. സബ്മിറ്റ് എന്ന് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്താൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനിവിടെ എല്ലാം ഓക്കെയാണ്, എൻ്റെ സബ്മിറ്റ് കൊടുക്കുന്നു. സബ്മിറ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ പേഴ്സണൽ ഡാറ്റയൊക്കെ അവർ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നതിൻ്റെ കുറച്ച് ഡിസ്ക്ലെമർ, പ്രൈവസി നോട്ടീസാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ എന്ത് അഗ്രി കൊടുക്കാം, ഓക്കെ കൊടുക്കാം. പേജ് ലോഡാവും. പേജ് ലോഡായി ഇതാണ് കൂടെ കാണാം. രജിസ്റ്റേർഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ മെസ്സേജ് വരും. ഇങ്ങനെ ഒരു പോപ്പപ്പ് മെസ്സേജ് വരും. ഓക്കെ, രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ കാണിക്കും. നിങ്ങളെ ആ രജിസ്ട്രേഷൻ നമ്പർ നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതേമാതിരി ഒരു നമ്പറായിരിക്കും കാണിക്കുക. അത് നമ്മൾ എവിടെയെങ്കിലും എഴുതി വെക്കണം. അതോടൊപ്പം തന്നെ രജിസ്ട്രേഷൻ നമ്പർ അല്ലെങ്കിൽ ലോഗിൻ ID, അതോടൊപ്പം തന്നെ പാസ്വേഡും അവർ SMS ആയിട്ടും മെയിലായിട്ടും നമ്മളിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ എവിടെയെങ്കിലും എഴുതി സൂക്ഷിക്കുക. ഇപ്പോൾ ഓൾറെഡി നമ്മളിതിൽ ലോഗിൻ ആയി കിടക്കുക. ക്ലോസ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് അപ്ലൈ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടോ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അങ്ങനെയും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിൽ കുഴപ്പമില്ല. അപ്പോൾ ലോഗിൻ ആയിട്ടുണ്ട്. ഇനി ഇവിടെ ലോഗ് ഔട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ലോഗ് ഔട്ട് എന്നുള്ളത് കാണാം. ഓക്കെ, ലോഗ് ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് വേണം പിന്നെ എപ്പോഴെങ്കിലും ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ കാണാൻ ഏറ്റവും മുകളിൽ ഗോ ടു അപ്ലിക്കേഷൻ എന്ന് കാണാം. ഇവിടെ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പേജ് ലോഡായി വരും. അപ്പോൾ നിങ്ങളുടെ പാസ്വേഡും രജിസ്ട്രേഷൻ നമ്പറും നമ്മുടെ മെയിലിലേക്കോ SMS ആയിട്ട് അവർ അയച്ചിട്ടുണ്ടാവും കേട്ടോ. അത് നിങ്ങൾ എവിടെയെങ്കിലും എഴുതി സൂക്ഷിക്കാൻ മറക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, നമ്മൾ ഗോ ടു അപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത സമയത്ത് ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ വായിച്ച് നോക്കണം. ഇനി നമ്മളിതിലേക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങുകയാണ്. ഓക്കെ, രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ ഇതിൽ മറ്റു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ ആഡ് ചെയ്യണം. ഇവിടെ ജെൻഡർ മുതലാണ് നമ്മളിത് ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇവിടെ മെയിൽ ഓർ ഫീമെയിൽ സെലക്ട് ചെയ്യാം. ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട്. ഡേറ്റ് ഓഫ് ബർത്തോടെ കലണ്ടർ യൂസ് ചെയ്യാം നിങ്ങൾക്ക്. അപ്പോൾ ഏതാണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ അത് സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഏജ് ഇവിടെ കറക്റ്റായിട്ട് കാണിക്കും. ഇനി അതോടൊപ്പം തന്നെ നാഷണാലിറ്റി ഇന്ത്യൻ സിറ്റിസൺ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത നിങ്ങളുടെ റിസർവേഷൻ കാറ്റഗറിയാണ്. അപ്പോൾ ഇതിലും കാണാൻ ജനറൽ, EWS, OBC, SC/ST ഉണ്ട്. ഇപ്പോൾ ഏതാണ് EWS ആണെങ്കിൽ EWS സെലക്ട് ചെയ്യാം. SC/ST ആണെങ്കിൽ SC, ഏതാണ് ST ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഇതൊക്കെ നിങ്ങളുടെ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിൻ്റെ തയ്യാറാക്കി കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മുടെ നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെ OBC ആണെങ്കിൽ OBC NCL കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ഇനി OBCയിൽ തന്നെ 2 കാറ്റഗറി ഉണ്ട്. ഒന്ന് ക്രിമിലിയർ വിഭാഗവും ഒന്ന് നോൺ ക്രിമിലിയർ വിഭാഗവും. നിങ്ങൾ ക്രിമിലിയർ വിഭാഗമാണെങ്കിൽ നിങ്ങൾക്ക് റിസർവേഷൻ കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ജനറൽ കാറ്റഗറിയിലേക്ക് എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. പ്രത്യേകമായിട്ട് ഇവിടെ നോട്ട് ഉണ്ട് കേട്ടോ. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നോട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചത്. നിങ്ങൾക്കിവിടെ കാണാം. OBC കാൻഡിഡേറ്റ്സ് ശ്രദ്ധിക്കേണ്ട, മറ്റുള്ള കാൻഡിഡേറ്റ്സിന് ഈ പ്രശ്നം വരുന്നില്ല. OBCയിൽ തന്നെ 2 കാറ്റഗറി ഉണ്ട്. OBC ക്രിമിലിയർ വിഭാഗത്തിന് യാതൊരുവിധ റിസർവേഷനോ മറ്റു റിലാക്സേഷനോ കിട്ടില്ല. OBC നോൺ ക്രിമിലിയർ എന്ന് പറയും, NCL എന്ന് പറയും. അങ്ങനെയുള്ളവർക്ക് മാത്രമേ റിസർവേഷനോ അല്ലെങ്കിൽ റിലാക്സേഷനോ ഒക്കെ കിട്ടുള്ളൂ, ഏജ് റിലാക്സേഷനോ കിട്ടുള്ളൂ. അപ്പോൾ OBC നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ OBC NCL കൊടുത്താൽ മതി. അല്ലാത്തവർ ജനറലിലേക്കാണ് അത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ക്രിമിലിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാർഷിക വരുമാനത്തിനൊക്കെ അനുസരിച്ചിട്ട് നമ്മുടെ പാരൻസിൻ്റെ ജോലി ഇതിനൊക്കെ അനുസരിച്ചൊക്കെയാണ് അത് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം അതൊക്കെ മനസ്സിലാക്കി വെച്ചിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണം കേട്ടോ. ഇനി പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. നിങ്ങളുടെ ഫാദറിൻ്റെ പേര്, മദറിൻ്റെ പേര്, മാരീഡ് ആണോ അൺമാരീഡ് ആണോ എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളിവിടെ നോ കൊടുക്കുക. ഓക്കെ, അതോടൊപ്പം തന്നെ എക്സ് സർവീസ്മാൻ ആണെങ്കിൽ യെസ് കൊടുക്കുക. കുറച്ച് യെസ് ക്വസ്റ്റ്യന്മാർ കുറച്ച് കാര്യങ്ങൾ അതിലുണ്ടാവും, നമ്മളത് പ്രോപ്പറായിട്ട് കൊടുക്കാം. ഇനി നിങ്ങളിവിടെ ചോദിക്കുന്നത് നിങ്ങളുടെ ടെസ്റ്റ് സെൻറ്റർ നമ്മൾ കൊടുക്കണം. അതിൽ 5 പ്രിഫറൻസ് ആണ്. അപ്പോൾ നമ്മളിവിടെ സ്റ്റേറ്റ് ഇവിടെ സെലക്ട് ചെയ്യാം. നമ്മൾ കേരളത്തിൽ എക്സാം എഴുതാൻ താല്പര്യം കേരള സെലക്ട് ചെയ്തിട്ട് കേരളത്തിൽ എവിടെയാണ് ഇത്രയും സെൻറ്ററുകളുണ്ട്. ഞാനിപ്പോൾ കോഴിക്കോടാണ് ഫസ്റ്റ് കൊടുക്കുന്നത്. അങ്ങനെ ഓരോന്നോരോന്ന് നമ്മൾ അങ്ങനെ കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ അടുത്തുള്ള പ്രദേശങ്ങളനുസരിച്ച് നിങ്ങൾ ചെയ്യാം. വേറൊരു പ്രശ്നം നോക്കുന്നത് വെച്ചാൽ 3 എണ്ണം മാത്രമേ നമുക്ക് ഒരേ ടെസ്റ്റ് സ്റ്റേറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ കേരളം ആദ്യത്തെ 3 എണ്ണം കൊടുത്തു. ബാക്കി ഇനി നമ്മൾ കൊടുക്കേണ്ടത് കേരളം അല്ലാതെ വേറെ ഏതെങ്കിലും സ്റ്റേറ്റ് കൊടുക്കണം. ഈ പറയുന്ന 4ാമത്തെ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഇഷ്യൂ ഇതിൽ കാണിക്കുന്നുണ്ട്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് അവിടെ കേരള സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ നമ്മളോട് വേറെ ഡിഫറെൻറ്റ് സ്റ്റേറ്റ് സെലക്ട് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ.
അപ്പോൾ അത് നിങ്ങൾ നോക്കണം. അപ്പോൾ അടുത്തുള്ള മറ്റേതായാലും തമിഴ്നാടാണ്, തമിഴ്നാട് ഇതിലുണ്ടാവും, അത് സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ കോയമ്പത്തൂർ കൊടുക്കാം. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് അടുത്തുള്ള സ്ഥലങ്ങൾ നോക്കിയിട്ട് സ്റ്റേറ്റ് നോക്കിയിട്ട് നിങ്ങൾ കൊടുക്കണം. ഓക്കെ, ആദ്യത്തെ 3 നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ എന്നല്ല, നിങ്ങൾക്ക് 3 ഒരേ സ്റ്റേറ്റ് നിങ്ങൾ കൊടുത്താൽ ഇങ്ങനെ കാണിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയും ഞാൻ ടെസ്റ്റ് സെൻറ്റർ കാര്യങ്ങളൊക്കെ കൊടുത്തു. ഇതിന് ശേഷം നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾ ഗവൺമെൻറ് എംപ്ലോയി ആണോ എന്നാണ്. നോ കൊടുക്കാം. ഇനി AI കാൻഡിഡേറ്റ്സ്, അതായത് നിങ്ങൾ നിലവിൽ എന്താണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിലെ എംപ്ലോയി ആണോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ നോ കൊടുക്കാം. then അതോടൊപ്പം തന്നെ നിങ്ങൾ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ അപ്രൻറ്റീസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, യെസ് കൊടുക്കാം. യെസ് കൊടുത്താൽ നിങ്ങൾ അപ്രൻറ്റീസ്ഷിപ്പ് നമ്പർ ഇവിടെ കൊടുക്കണം. ഇപ്പോൾ നമ്മൾ നോ കൊടുക്കുക. അങ്ങനെ ചെയ്തിട്ടുണ്ട് യെസ് കൊടുക്കുക കേട്ടോ. അങ്ങനെയുള്ളവർക്കൊക്കെ ഏജ് റിലാക്സേഷൻ ഒക്കെ ഉണ്ട്, അതുകൊണ്ടാണ് അതങ്ങനെ ചോദിക്കുന്നത്. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഡാറ്റ സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണാം. ഓക്കെ കൊടുക്കുക. ഇനി അടുത്ത നമ്മൾ ചോദിക്കുന്നത് അഡ്രസ് ഡീറ്റെയിൽസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം കറസ്പോണ്ടൻസ് അഡ്രസ്സ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ്. നിങ്ങളുടെ അഡ്രസ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ അടിച്ചു കൊടുക്കാം. നിങ്ങളുടെ രാജ്യം, നമ്മുടെ രാജ്യം ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. ഡിസ്ട്രിക്റ്റ് നമ്മൾ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. പിൻകോഡ് നമ്മളിവിടെ അടിച്ചു കൊടുക്കാം. അതിനുശേഷം ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് തന്നെയാണ് നമ്മുടെ പെർമനൻറ്റ് അഡ്രസ്സെങ്കിൽ ജസ്റ്റ് ഇവിടെ യെസ് എന്നുള്ള ക്ലിക്ക് ചെയ്താൽ മതി. യെസ് എന്നുള്ള ക്ലിക്ക് ചെയ്താൽ മുകളിൽ കൊടുത്ത അതേ അഡ്രസ്സ് ഇവിടെ കോപ്പി ചെയ്യാൻ, വീണ്ടും ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി രണ്ടും ഡിഫറൻറ്റ് ആണെങ്കിൽ നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സ് വേറെ തന്നെ ആണെങ്കിൽ അത് വേറെ ഇവിടെ അടിച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾ എന്താണോ നിങ്ങളുടെ അഡ്രസ്സ് അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യും. അപ്പോൾ ഞാനിവിടെ യെസ് കൊടുക്കുന്നു. മുകളിൽ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് തന്നെയാണ് എൻ്റെ പെർമനൻറ്റ് അഡ്രസ്സ്. ഇവിടെ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങളുടെ മൊബൈലൊക്കെ ഉപയോഗിച്ച് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നമ്മൾ സേവ് കൊടുത്ത സമയത്ത് നിങ്ങൾക്കൂടെ കാണാം അടുത്ത നമ്മുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ അടുത്തത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് ചോദിക്കുന്നത്. അതിൽ നമ്മൾ 10ാം ക്ലാസ് ഡീറ്റെയിൽസ് ആണ് ആദ്യം ഇവിടെ കൊടുക്കേണ്ടത്. നിങ്ങൾ നെയിം ഓഫ് ദ ബോർഡ് അല്ലെങ്കിൽ കൗൺസിൽ എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ഇപ്പോൾ സ്റ്റേറ്റ് ബോർഡ് ആണെങ്കിൽ കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ എന്നാണ് കൊടുക്കേണ്ടത്. ഇനി അതല്ല CBSE, ICSE, THSLC ഏതാഴ്ച നിങ്ങൾ കഴിഞ്ഞാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ ഈ പാസിംഗ് ഇയർ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ അതിനനുസരിച്ച് ഇതിൽ സെലക്ട് ചെയ്യുക, നമ്മൾ പാസ് ഔട്ട് ആയ ഇയർ. അതുപോലെ തന്നെ സ്കൂൾ നെയിം ഇവിടെ കൊടുക്കുക. എന്താണ് നമ്മുടെ സ്കൂളിൻ്റെ പേര്, ഇപ്പോൾ GHSS എന്നുള്ള രീതിയിൽ നിങ്ങളെ സ്ഥലപ്പേരെടുക്കാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഏത് സ്കൂൾ വെച്ചാൽ അതിൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് അവിടെ കൊടുക്കാം. ദെൻ സബ്ജക്ട് കോമ്പിനേഷൻ എന്നുള്ളിടത്ത് നമ്മൾ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് പഠിച്ചെന്ന് വെച്ചാൽ അങ്ങനെ കൊടുക്കാം. ഇനി ജനറൽ എന്ന് കൊടുത്താലും കുഴപ്പമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ ചോയ്സാണ്, അതിനനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. അതായത് ഇപ്പോൾ നമ്മൾ ഹിന്ദി, ഇംഗ്ലീഷ്, ഫിസിക്കൽ സയൻസ് കൊടുത്താൽ ഫിസിക്സ്, ദെൻ കെമിസ്ട്രി, അതിൽ ഫിസിക്സ് കെമിസ്ട്രി തന്നെ കൊടുക്കാം കേട്ടോ. ഫിസിക്സ് കെമിസ്ട്രി, പിന്നെ അതൊക്കെയാണ് മാത്തമാറ്റിക്സ്, പിന്നെ സെക്കൻഡ് ലാംഗ്വേജുകൾ. അതെല്ലാം നമുക്കിതിൽ ഈ 99 ക്യാരക്ടർ നമുക്കിതിൽ ലിമിറ്റ് ഉള്ളൂ. അതിന് ഷോർട്ടാക്കി അങ്ങനെ കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ നമ്മൾ ജനറലിൽ നിന്ന് കൊടുക്കുന്നതിലും നമുക്ക് കുഴപ്പമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ പെർസെൻറ്റേജ് അല്ലെങ്കിൽ CGP ആണെന്ന് ചോദിക്കുന്നത്. SLC ആകുമ്പോൾ നമുക്ക് SLC പെർസെൻറ്റേജ് കാണാനാണ് നിങ്ങൾക്ക് എളുപ്പം. CGP എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിൻറ്റ് ആവറേജ് ആണ്. അപ്പോൾ അത് നമ്മൾ വേറെ രീതിയിൽ കാണാം. അപ്പോൾ ഈ SLCയുടെ പെർസെൻറ്റേജ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അത് ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ വെബ്സൈറ്റ് GOCL എഡ്യൂലാൻഡ് ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഹോം പേജിൽ കയറാം. ഇനി നിങ്ങളിപ്പോൾ കണ്ട വെബ്സൈറ്റിൽ തന്നെ കൂടെ കാണാം ഈ നമ്മുടെ വെബ്സൈറ്റിലൂടെ ഹോം എന്നുള്ള ബട്ടൺ ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ലോഗോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. നേരെ ഹോം പേജിൽ ഫസ്റ്റ് പേജ് ഹോം പേജ് എന്ന് പറയും, അതിലാണ് നമ്മൾ വരിക. അപ്പോൾ ഇവിടെ ഈസി ടൂൾസ് കാണാം. നിങ്ങൾക്ക് ഈസി ടൂൾസിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഈസി ടൂളിൽ ക്ലിക്ക് ചെയ്താൽ അവിടെ കാണാം SLC 10th പെർസെൻറ്റേജ് കാൽക്കുലേറ്റർ എന്ന് അതിൽ ക്ലിക്ക് ചെയ്യാൻ പറ്റില്ല. അതിൽ ക്ലിക്ക് ചെയ്താൽ അവിടെ ഓൾറെഡി നമ്മളൊരു ടൂൾ ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ ഗ്രേഡ് ഇവിടെ ഇട്ട് കൊടുക്കുക. ഓക്കെ, പക്ഷേ ഇതിൽ ചെറിയൊരു അക്യുറസി കുറച്ചും പാടെ ക്ലിയർ ആക്കാണ്ട് ഏകദേശം ഒരു പെർസെൻറ്റേജ് നിങ്ങൾക്ക് ആരോടെങ്കിലൊക്കെ പറയണമെങ്കിൽ ഏകദേശം ഒരു പെർസെൻറ്റേജ് ഇതിലൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. കുറച്ചും പാടെ മാനുവലായിട്ട് ചെയ്താൽ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. വാച്ച് ഓൺ യൂട്യൂബ് എന്നുള്ള ക്ലിക്ക് ചെയ്താൽ കുറച്ചും പാടെ നമുക്ക് കുറച്ചും പാടെ ക്ലിയർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ആവറേജ് പെർസെൻറ്റേജ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഒരിക്കലും നമുക്ക് റിയൽ ആയിട്ടുള്ള നമ്മുടെ പെർസെൻറ്റേജ് അറിയാൻ പറ്റില്ല. നമുക്ക് ആവറേജ് പെർസെൻറ്റേജ് അറിയാൻ പറ്റുള്ളൂ. കാരണം നമ്മുടേതെന്ന് പറഞ്ഞാൽ ഗ്രേഡാണ്. അപ്പോൾ ആ ഗ്രേഡിനൊരു നമ്മൾ പോയിന്റ് ഇട്ടിട്ട് അങ്ങനെയാണ് നമ്മൾ അത് ആവറേജ് എടുത്ത് കാണുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. റിയൽ ആയിട്ടുള്ള പെർസെൻറ്റേജ് കാണാൻ നമുക്ക് സ്കോർ കാർഡ് പരീക്ഷ വന്ന് നമ്മൾ വാങ്ങിയിട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ജസ്റ്റ് ആവറേജ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ വീഡിയോ കണ്ടിട്ട്. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഇവിടെ ഇട്ട് കൊടുക്കാം. ഓക്കെ, ആവറേജ് പെർസെൻറ്റേജ് കണ്ടപ്പോൾ മാർക്ക് ഒബ്റ്റൈൻഡ് എന്നാണ്. മാർക്ക് ഒബ്റ്റൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കിട്ടിയ മാർക്കാണ്. കിട്ടിയ മാർക്ക് മാക്സിമം മാർക്ക് എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് എത്രയാണെന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നിങ്ങളിതാ ഈ വീഡിയോ കാണാം. ഓക്കെ, ഇവിടെ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എത്ര കിട്ടി മാർക്ക്, അതായത് നമ്മുടെ പെർസെൻറ്റേജ് നമ്മൾ കണ്ടാൽ ആ പെർസെൻറ്റേജിനെ നമുക്ക് എന്താക്കാം, മാർക്കാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ അതിലൂടെ കിട്ടിയ മാർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ കിട്ടിയ മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ എനിക്ക് എന്താണ് ഇപ്പോൾ 520 മാർക്കാണ് കിട്ടിയായിരിക്കാം. എന്നാൽ ടോട്ടൽ മാർക്ക് നമുക്ക് 680 വരുന്നത്. 680 ഔട്ട് ഓഫ് വരുന്നത്. അത് എല്ലാവർക്കും സെയിം ആയിരിക്കും. 680 ഔട്ട് ഓഫ് വരുന്നത്. ഓക്കെ, എന്നാൽ കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. എങ്ങനെയാണ് നമുക്ക് കിട്ടിയ മാർക്ക് കാണാമെന്നുള്ളത് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അത് വാച്ച് ഓൺ യൂട്യൂബ് എന്നുള്ള ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യാൻ പറ്റുക. അത് വെച്ചാൽ നിങ്ങൾക്ക് ആ പെർസെൻറ്റേജ് ഓട്ടോമാറ്റിക്കായി ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കാണിക്കും.
അതിനുശേഷം നിങ്ങൾ +2 പഠിച്ചിട്ട് +2 ഡീറ്റെയിൽസ് കൊടുക്കാം. അതിനുശേഷം നിങ്ങളുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ. അപ്പോൾ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിലേക്ക് നിങ്ങൾക്ക് BSc അല്ലെങ്കിൽ BE or BTech ഒക്കെ ആണ് ഇതിലേക്ക് ക്വാളിഫിക്കേഷൻ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാറ്റസ് ഇവിടെ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ക്വാളിഫയിങ് ഡിഗ്രിയുടെ സ്റ്റാറ്റസ് ആണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്, ഒന്ന് അപ്പിയറിംഗ്, ഒന്ന് പാസ്ഡ്. നമ്മളിപ്പോൾ നിലവിൽ എന്താണ് ഇപ്പോൾ ഇതിലേക്ക് ഞാൻ നോട്ടിഫിക്കേഷൻ വീഡിയോ ചെയ്ത സമയത്ത് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഫൈനൽ ഇയറിലുള്ളവർക്കും അപ്ലൈ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഇവിടെ അപ്പിയറിംഗ് എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അപ്പിയറിംഗ് എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. നിങ്ങൾ പാസ് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ പാസ്ഡ് എന്നുള്ളതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അപ്പിയറിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അതിനനുസരിച്ച് ഇവിടെ ചോദിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഇവിടെ റെഗുലർ ആൻഡ് ഫുൾ ടൈം, ഇത് നമ്മൾ മോഡ് ഓഫ് കോഴ്സ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ റെഗുലർ ആൻഡ് ഫുൾ ടൈം എന്ന് കൊടുക്കുക. ഇനി അടുത്തത് എൻ്റെ ഡിഗ്രി നെയിമാണ്. ഡിഗ്രി നെയിമിൽ നമുക്ക് ഇതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്നെങ്കിൽ BE or BTech എന്ന് പറഞ്ഞത് എനി ഡിസിപ്ലിൻ, എനി എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ നിങ്ങൾ BE or BTech, ജസ്റ്റ് നിങ്ങൾ BE or BTech ഗ്രാജുവേറ്റ് ആണോ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, ഒന്നുകിൽ അത് സെലക്ട് ചെയ്യാം. ഇനി BSc എഞ്ചിനീയറിംഗ്, നിങ്ങൾ ഏതെങ്കിലും ഡിസിപ്ലിനിൽ BSc എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരാണെങ്കിൽ അത് വെച്ചിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് BSc ആണ്. BScയിൽ നിങ്ങൾ ഫിസിക്സ് മാത്തമാറ്റിക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതാണ് ഇതിൻ്റെ ഡീറ്റെയിലൊക്കെ ഞാൻ നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ BE or BTech ആണ് ഇവിടെ കൊടുക്കുന്നത്. സ്ഥാപനത്തിന് നമ്മൾ പഠിക്കുന്ന സ്ഥാപനത്തിൻ്റെ പേര് കൊടുക്കാം. സബ്ജക്റ്റ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ഏതാണ് സബ്ജക്റ്റ്, സ്പെഷ്യലൈസ്ഡ് സബ്ജക്റ്റ് ഏതാണ്, അതവിടെ കൊടുക്കാം. ഇനി ഇവിടെ മന്ത് ആൻഡ് ഇയർ ഓഫ് പാസിംഗ് ആണ്. ഈ മന്ത് ആൻഡ് ഇയർ ഓഫ് പാസിംഗ് എന്നുള്ളത് ഇപ്പം ഇപ്പം നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കത് കറക്റ്റ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് നിങ്ങളുടെ ലാസ്റ്റ് സെമസ്റ്ററിൻ്റെ ആ ഒരു റിസൾട്ട് വന്ന ഡേറ്റ് അങ്ങനെ വെച്ച് കൊടുക്കേണ്ടി വരും. അതല്ലാതെ നമുക്ക് വേറൊരു ഓപ്ഷൻ അവിടെ ഇല്ല. ഇനി നമുക്കത് മാൻഡറ്ററി ഫീൽഡാണ്, നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് നോക്കാം, നെക്സ്റ്റ് അടിച്ച് നോക്കട്ടെ. അതിനുശേഷം നമുക്കിവിടെ നമ്മുടെ പെർസെൻറ്റേജ് എങ്കിൽ CGPA എന്താണോ നിങ്ങളുടെ മാർക്ക് ഷീറ്റിൽ CGPA ആണെങ്കിൽ CGPA, അല്ലെങ്കിൽ പെർസെൻറ്റേജ് ആണെങ്കിൽ പെർസെൻറ്റേജ് ഏതായാലും നിങ്ങൾ അത് സെലക്ട് ചെയ്യാം. പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ പെർസെൻറ്റേജ് സെലക്ട് ചെയ്യാം. ഇനി CGPA ആണ് കാണിക്കുന്നത് CGPA എന്ന് സെലക്ട് ചെയ്താൽ മതി കേട്ടോ നിങ്ങൾ. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ CGPA ആണ് കൊടുക്കുന്നത്. അപ്പോൾ CGPA നിങ്ങൾക്കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് സെമസ്റ്റർ വരെയുള്ള മൊത്തം CGPA ആണ് കേട്ടോ കൊടുക്കേണ്ടത്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവും. അതിനനുസരിച്ച് ഇല്ലെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ അത് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഇനി പെർസെൻറ്റേജ് ആണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇതുവരെയുള്ള ലാസ്റ്റ് സെമസ്റ്റർ വരെ, അതായത് ഇപ്പോൾ നിങ്ങൾ പഠിച്ച് നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതുവരെയുള്ള നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന എല്ലാ മാർക്ക് ഷീറ്റിൻ്റെയും നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. CGPA ആണെങ്കിൽ. ഇനി അതല്ല പെർസെൻറ്റേജ് ആണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യണം. അപ്പോൾ CGPA ഒബ്റ്റൈൻഡ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കിട്ടിയ CGPA അത് 6.7 ആണെന്ന് വിചാരിക്കുക. അതിൻ്റെ ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൺവേർഷൻ ഫോർമുല, CGPAൻ്റെ കൺവേർഷൻ ഫോർമുല ഉണ്ടാവും സർട്ടിഫിക്കറ്റിൽ പിൻവശത്തോ അതിൻ്റെ അടിഭാഗത്തോ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. ഇതില്ലെങ്കിൽ നിങ്ങൾ അതത് നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ ചോദിച്ചിട്ട് അതൊക്കെ ഉറപ്പ് വരുത്താം. ഇപ്പോൾ സാധാരണ നോർമലി 10 ഒക്കെയാണ് ഉണ്ടാകുക. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എത്ര പെർസെൻറ്റേജ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്തിടാം. ഇനി നേരെ തിരിച്ച് നമ്മൾ ഓൾറെഡി പാസ് ഔട്ട് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ പാസ്ഡ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ചെയ്താൽ മതി. നിങ്ങൾ ഏതാണ് മന്ത് ആൻഡ് ഇയർ പാസിങ്ങും, അതുപോലെ CGPA ആണ് CGPA, ഇനി പെർസെൻറ്റേജ് ആണ് പെർസെൻറ്റേജ് സെലക്ട് ചെയ്യുക. ഓക്കെ, അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, മാറ്റി കൊടുക്കുക. നിങ്ങൾ മാർക്ക് എത്ര കിട്ടിയ മാർക്ക് അവിടെ കൊടുക്കുക. മാർക്ക് ഒബ്റ്റൈൻഡ് മാക്സിമം ഔട്ട് ഓഫ് എത്ര കൊടുക്കുക, പെർസെൻറ്റേജ് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾ CGPA കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ഒരു ഫോർമുല ഉണ്ടാവും, CGPA ടു പെർസെൻറ്റേജ് കൺവേർഷൻ ഫോർമുല ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളത് കൺവേർട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതല്ലെങ്കിൽ നമ്മുടെ അപേക്ഷയ്ക്ക് റിജക്റ്റ് ആയി പോകും. അതോടൊപ്പം തന്നെ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങൾ ഫിസിക്സ് മാത്തമാറ്റിക്സ് നിങ്ങൾ ഏതെങ്കിലും ഒരു സെമസ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അവിടെ നമ്മൾ യെസ് എന്ന് കൊടുക്കുക. ഓക്കെ, അത് നിർബന്ധമാണ്. നോ കൊടുത്താൽ നമ്മളെന്നല്ല ഇതിൽ എലിജിബിൾ അല്ല കേട്ടോ, നമ്മളിതിലേക്ക് അപ്ലൈ ചെയ്യാൻ. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് നമ്മളൊരു 10th അല്ലെങ്കിൽ +2 ലെവലിൽ നമ്മൾ ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് യെസ് എന്ന് കൊടുക്കുക. അതോടൊപ്പം തന്നെ അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനും അറിയുമെന്നുള്ളതാണ്, നമ്മൾ യെസ് എന്ന് കൊടുക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ യെസ് എന്ന് കൊടുത്തതിന് ശേഷം ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഈ നിങ്ങളുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ കൂടാതെ അതിലും ഉയർന്ന ഏതെങ്കിലും ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാനാണ്. നിർബന്ധമല്ല, ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തോളൂ കേട്ടോ. ഇനി എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കുക. ഓക്കെ, ഇനി ഉണ്ടെങ്കിൽ യെസ് എന്ന് കൊടുത്താൽ അത് നമ്മൾ എന്ത് ചെയ്യാം, അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ നോ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ സേവ് ആൻഡ് നെക്സ്റ്റ് അടിക്കുക. അങ്ങനെ സേവ് ആൻഡ് നെക്സ്റ്റ് നമുക്ക് ഡാറ്റ സൈഡ് സക്സസ്ഫുള്ളി നേടാം. ഓക്കെ കൊടുക്കാം. ഇനി അടുത്ത് നമുക്ക് വരുന്നത് ഇവിടെ കാണാൻ പറ്റുന്നെങ്കിൽ ഫോട്ടോ സിഗ്നേച്ചറൊക്കെ അപ്ലോഡ് ചെയ്യാനാണ്. അപ്പോൾ ഫോട്ടോൻ്റെ ഇതിൽ ജസ്റ്റ് ഐ ബട്ടൺ ഉണ്ട്, അതിൽ ജസ്റ്റും വെച്ചാൽ അതിൻ്റെ ഫയൽ സൈസും കാര്യങ്ങളൊക്കെ കൂടെ കാണിക്കും കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഞാനിവിടെ ക്ലിക്ക് ഫോട്ടോ ക്ലിയർ. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. മിനിമം 100 KB to 200 KB ആണ് അതിൻ്റെ ഫയൽ സൈസ് വരുന്നത്. ഞാൻ വെറുതെ ഒരു ഫോട്ടോ അതിൽ അപ്ലോഡ് ചെയ്ത് കാണിക്കാം, നമുക്കിവിടെ കാണാം. ഓക്കെ, ഇവിടെ കാണാം ഫോട്ടോ അപ്ലോഡായി ഇവിടെ കാണാം നിങ്ങൾക്ക്. അതിനുശേഷം ക്ലോസ് എന്നുള്ള ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ടിക്ക് വരും, ഇവിടെ വ്യൂ അപ്ലോഡഡ് ഫോട്ടോ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
ഇവിടെ വ്യൂ ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോ ഒക്കെ കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ഉണ്ടോ എന്നൊക്കെ ഉറപ്പ് വരുത്തണം. അതിനുശേഷം സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം, ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഫയൽ സൈസ് ഇവിടെ കാണിക്കുക 80 KBയുടെയും 150 KBയുടെ ഇടയിൽ വരണം. അപ്പോൾ ഫയൽ അപ്ലോഡ് സക്സസ്ഫുള്ളി എന്ന് കാണാം. അവിടെ സിഗ്നേച്ചർ കാണാൻ പറ്റും. ക്ലോസ് കൊടുക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് വ്യൂ ചെയ്ത് നോക്കാം. ഇവിടെ വ്യൂ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ നമ്മളെ സിഗ്നേച്ചറൊക്കെ കറക്റ്റ് ക്ലിയർ ഉണ്ടോ നോക്കാം കേട്ടോ. ഞാനിത് നിങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടി ചെയ്തതാണ്. ഇത് അത്ര ക്ലിയർ ഒന്നുമില്ല. അപ്പോൾ നല്ല ക്ലിയർ ഉണ്ടാക്കണം. നല്ല ക്ലിയറിൽ തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അത്രയും പിക്സൽ അതിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും കേട്ടോ. 150 വരെ ഉണ്ട്. അതോടൊപ്പം തന്നെ അടുത്ത പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ആണ്. പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഞാൻ 1000 രൂപ ഫീ പേയ്മെൻറ്റ് കൊടുക്കണം. അതോടൊപ്പം അത് നമുക്ക് ഓൺലൈൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഡിക്ലറേഷനൊക്കെ കൊടുക്കാം. നമുക്ക് അടുത്തത് പേയ്മെൻറ്റിലേക്ക് അവിടെ പ്രിവ്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. നേരെ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസൊക്കെ ഇവിടെ കാണാൻ പറ്റും കേട്ടോ നിങ്ങൾക്ക്. ഓക്കെ, നമ്മളുടെ ഫോട്ടോ ഇവിടെ വരും. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്ത് എല്ലാം നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണോ നോക്കുക. പിന്നെ സബ്മിറ്റ് ചെയ്ത് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സിഗ്നേച്ചറൊക്കെ വന്നിട്ടുണ്ടോ നോക്കുക. എല്ലാം ഓക്കെ ആണെങ്കിൽ ഇവിടെ ഏറ്റവും അടിയിലൂടെ ഓക്കെ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് ക്യാപ്ച കോഡ് അടിച്ചിട്ട് നിങ്ങൾക്ക് സബ്മിറ്റ് കൊടുത്ത് പേയ്മെൻറ്റും ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ പ്രിൻ്റ് എടുത്ത് വെക്കാം. ഇത്രയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മോക്ക് ടെസ്റ്റ് PYQസിൻ്റെ മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ് അതിൻ്റെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്കീം ഓഫ് എക്സാമിനേഷൻ ഒന്ന് പറയാം. ഇതാണ് അതിൻ്റെ സിലബസ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. ഓക്കെ, അത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ തന്നെ പുറത്ത് വിട്ടിരിക്കുന്ന സിലബസാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇതും കൂടെ കാണാം. ജൂനിയർ എക്സിക്യൂട്ടീവ് എയർ ട്രാഫിക് കൺട്രോൾ നോട്ടിഫിക്കേഷൻ നമ്പർ കാണാൻ 2/2025 അഡ്വർടൈസ്മെൻറ്റ് നമ്പർ നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പാർട്ട് എയിൽ വരുന്നത് 60 ക്വസ്റ്റ്യനാണ്, 60 മാർക്കാണ് അതിന് വരുന്നത്. ഇംഗ്ലീഷ് ലാംഗ്വേജിന് 20 മാർക്ക് വരുന്നുണ്ട്. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ 15 മാർക്ക് വരുന്നുണ്ട്. ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ന്യൂമറിക്കൽ എബിലിറ്റി 15 മാർക്ക് വരുന്നുണ്ട്. ജനറൽ നോളജ് അവയർനെസ് 10 മാർക്ക് വരുന്നുണ്ട്. വെയിറ്റേജ് 50% മാർക്കാണ് കേട്ടോ. ഈ പറയുന്ന പാർട്ട് എക്ക് 50% വെയിറ്റേജ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് വാട്സപ്പ് ഗ്രൂപ്പ്, അതായത് പെയ്ഡ് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കണമെങ്കിൽ, നിങ്ങൾക്ക് ഓപ്പൺ ഗ്രൂപ്പ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ അതിനുള്ള ലിങ്ക് നിങ്ങളെ ആഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ തരാം. ചെറിയൊരു സർവീസ് ചാർജ് ഉണ്ടായിരിക്കും. അതെന്തിനാണ് വെക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളവർ മാത്രമേ ഗ്രൂപ്പിൽ വന്നാൽ മതി. പഠിക്കാൻ നിങ്ങൾക്ക് ഒരു കമ്പൈൻ സ്റ്റഡി, നിങ്ങൾക്ക് വാട്സപ്പിൽ നിങ്ങൾക്ക് പരസ്പരം പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ പറയുകയാണെങ്കിൽ ഗ്രൂപ്പ് ഉണ്ടാക്കി തരാം. അതോടെ തന്നെ പാർട്ട് ബിയിൽ നിങ്ങൾക്കിവിടെ കാണാം 60 ക്വസ്റ്റ്യൻ വരുന്നത്. ഫിസിക്സ് മാത്തമാറ്റിക്സ് ആണ്. അതിൻ്റെ കുറച്ച് കോൺസെപ്റ്റ്, അത് അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ് വരിക. അതിൽ നമുക്ക് +2 ലെവലാണ് വരുന്നത്. ഓക്കെ, ഡിഗ്രി ലെവൽ ഒന്നുമില്ല, +2 ലെവലാണ്. അതിനനുസരിച്ചുള്ള ബുക്കുകളൊക്കെയാണ് ഞാൻ ആദ്യം നിങ്ങൾക്ക് ഇവിടെ സജസ്റ്റ് ചെയ്തത്. ഓക്കെ, PYQസും അതുപോലെ ഇതിൻ്റെ ട്രാഫിക് കൺട്രോളിൻ്റെ മറ്റ് കോംബോ പാക്ക് ബുക്കുകളൊക്കെ ഉണ്ട്. അതായത് നിങ്ങൾക്ക് അതിൽ 6 ബുക്കായിട്ടും വരുന്നുണ്ട് ഇതിൽ. ഓക്കെ, അപ്പോൾ ഓരോന്നും കവർ ചെയ്യുന്ന ടോപ്പിക് ഏരിയ കവർ ചെയ്യുന്ന ബുക്കുകളാണ്. നോക്കിയിട്ട് നിങ്ങൾക്ക് വാങ്ങാം. ആമസോണിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷനും അതിലുണ്ട്. 50% വെയിറ്റേജ് അതും വരും. അങ്ങനെ ടോട്ടൽ നിങ്ങൾക്ക് വരുന്ന 60 മാർക്കാണ് ഇത് വരുന്നത്. 120 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക, 120 മാർക്ക്. ടൈം ഡ്യൂറേഷൻ 2 മണിക്കൂറായിരിക്കും. മീഡിയം ഓഫ് എക്സാമിനേഷൻ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അതല്ലെങ്കിൽ ഹിന്ദി, 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ്, ഏതെങ്കിലും നമുക്ക് ഇംഗ്ലീഷ് ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഇവിടെ നെഗറ്റീവ് മാർക്ക് ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല കേട്ടോ. ഓക്കെ, എങ്കിലും നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നല്ല രീതിയിൽ വായിക്കണം, ഇൻസ്ട്രക്ഷനൊക്കെ ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നിലവിൽ എന്താണ് നെഗറ്റീവ് മാർക്കിംഗ് ഒന്നും ഇല്ല എന്നാണ് അവർ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ സിലബസ് കാര്യങ്ങൾ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക, ബുക്കുകളൊക്കെ വാങ്ങിയിട്ട്. അതോടൊപ്പം നമ്മുടെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല, കാരണം PYQs ആണ് അതിൻ്റെ സൊല്യൂഷനും അതിലുണ്ട്, ഡീറ്റെയിൽഡ് സൊല്യൂഷൻ അതിലുണ്ടാവും. അപ്പോൾ അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. കുറച്ചും പാടെ ഈ ബുക്കും അതിൻ്റെ കൂടെ നിങ്ങൾ വാങ്ങിയിട്ടൊക്കെ പഠിക്കുകയാണെങ്കിൽ കുറച്ചും പാടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, എക്സാം എഴുതാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. താങ്ക്